ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയണത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ന്യൂ ഇയർ ആയിട്ട് ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. ഇതിന് വേണ്ടി 3 കിലോ ചിക്കൻ എടുത്തേക്കണേ. വേസ്റ്റ് എല്ലാം കളഞ്ഞ് കറക്റ്റ് 3 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. അത് 3 വട്ടം കഴുകി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ഒന്ന് നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി വിനാഗിരി എല്ലാ ഭാഗത്തും എത്തേണ്ട രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിക്കണം കേട്ടോ. 15 മിനിറ്റോളം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോഴായിട്ട് നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. കറി വയ്ക്കുമ്പോഴാണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. അതുമല്ല എന്തെങ്കിലും മണം, അതായത് ബ്ലഡിൻ്റെ അംശത്തിൻ്റെ മണമൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. 15 മിനിറ്റിന് ശേഷം ഇതുപോലെ വെള്ളം, ചിക്കനിൽ മൊത്തം വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ ഇതുപോലെ ആക്കി വെക്കുക. ഒരു കൊട്ടയിലോ മറ്റോ ആക്കി വെക്കുക. ഫ്രൈ ചെയ്യാനായി എടുക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ മൊത്തം വെള്ളം ഇതുപോലെ വാർത്ത് കളയണം. എന്നെങ്കിലാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ കറക്റ്റായി കിട്ടുള്ളൂ. എരിവിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി നല്ല സാധാരണ ചില്ലി തന്നെയാണ്. പിന്നെ 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കണം, മിസ് ചെയ്യരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 4 ടേബിൾ സ്പൂണോളം മൈദ, ഒപ്പം തന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ ചേർക്കുമ്പോഴായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ ഫ്രൈക്ക് കിട്ടുക. 1 ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ സോയാ സോസിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ചെറുനാരങ്ങ. 2 ചെറുനാരങ്ങ അതിൻ്റെ നീരെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ നന്നായി വെള്ളം വറ്റി വെള്ളം വാർന്നു പോയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല പുരട്ടി എടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ചിക്കനും എല്ലാം ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായി ഒന്ന് മസാല പുരട്ടി എടുക്കുക. മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം. അരമണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചാൽ നന്നായി മസാലയെല്ലാം ഇതുമ്പോൾ പിടിച്ച് കിട്ടും കേട്ടോ. ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ മസാലയെല്ലാം പെട്ടെന്ന് ചിക്കൻ പീസുമ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഉപ്പ്, മുളക് എല്ലാം പുളിയെല്ലാം അടിപൊളിയായി പിടിച്ചിട്ടുണ്ടാവും. അരമണിക്കൂർ ആകുമ്പോഴേക്കും നമുക്കിതെടുത്ത് വറക്കാം. നമുക്ക് സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പോൾ മസാലയൊക്കെ ഇതേപോലെ നന്നായി കോട്ടായി കിട്ടും. ഇനിയിപ്പോൾ ഇത് മസാലയെല്ലാം പുരട്ടി നമ്മൾ പുറത്ത് വെക്കരുത്. ഇപ്പോഴും പുറത്ത് വെക്കുമ്പോഴായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ മസാലയൊക്കെ നഷ്ടമായി പോകും. അതൊക്കെ വെള്ളത്തിൽ പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് സൂക്ഷിച്ചാലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് മസാലയെല്ലാം നഷ്ടമായി പോകും. അപ്പോൾ അത് ഫ്രീസറിൽ സൂക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ പീസാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായി എടുക്കുന്നത് എങ്കിൽ ഇതുപോലെ ഒരു പപ്പടക്കോലോ മറ്റോ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കുക. മസാല തേച്ചതിന് ശേഷം നന്നായി ഒന്ന് കുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചെറിയ പീസാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ചോളും. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ. വലിയ പീസാണെങ്കിൽ ഇതുപോലെ ഒരു പപ്പടക്കോല ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയില്ല അത് ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴോ നമ്മുടെ ചിക്കൻ ഫ്രൈ ചട്ടിയിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല. മസാലയുടെ കൂട്ടിങ്ങൊന്നും തീരെ പോവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ തവിടെണ്ണ അതേ ഏതെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 4 മിനിറ്റിന് ശേഷം നമ്മൾ മറച്ചിടുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ചെറിയ പീസല്ല, അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആയി കിട്ടും. കണ്ടില്ലേ, ഒരു തരി പോലും അടിഭാഗത്തായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ പീസ് കിട്ടും. അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും നമ്മൾ പോയി കഴിക്കേണ്ട, അത്രയും ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചിക്കൻ മറച്ചിട്ട് 4 മിനിറ്റിന് ശേഷം മറുഭാഗവും നന്നായി ഫ്രൈ ആയിട്ടുണ്ടാവും. ഇങ്ങനെ മൊരിച്ച് എടുക്കരുത്. മൊരിച്ചെടുത്താലായിട്ട് ഈ ചിക്കൻ ഫ്രൈക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 8 മിനിറ്റ് മതി, അപ്പോഴേക്കും നന്നായി ഫ്രൈ ആയിട്ടുണ്ടാവും, വെന്തിട്ടുണ്ടാവും കേട്ടോ. ചെറിയ പീസാകുമ്പോൾ പ്രത്യേകിച്ചും വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതിൻ്റെ ടേസ്റ്റ് അറിയണം. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ ഇനി ന്യൂ ഇയർ അല്ലേ വരുന്നത്. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എല്ലാവരും ഞെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം ഫോളോ ചെയ്ത്
അടിപൊളിയായി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സായി ചോദിക്കണു ചിക്കൻ കറികളുടെ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആയിട്ട് ഇവിടെ ശബരിമലയ്ക്ക് പോകാനായിട്ട് വ്രതത്തിലായിരുന്നു. ഇപ്പോൾ ഇത് വ്രതമെല്ലാം കഴിഞ്ഞ് ശബരിമലയ്ക്കൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ വെജൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞുള്ള വീഡിയോ എല്ലാം ഓരോന്നോരോന്നായി ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.